ഹലോ ഫ്രണ്ട്സ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാതെ ഞാനൊരു പെരുന്നാളിന് പോവാണ്. എവിടെയല്ല, നമ്മുടെ അമ്മ വീട്ടിലെ പെരുന്നാളിനാണ് കേട്ടോ പോകുന്നത്. അവിടുത്തെ പള്ളിയിലെ പെരുന്നാളാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അവിടെ പോകാൻ വേണ്ടി ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് അമ്മ വിളിച്ചു, വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിളിച്ചു. കാരണം ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നേക്കുമായിരുന്നു. അപ്പം അമ്മയും ആക്സിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പെരുന്നാളിന്. അപ്പം ഞാൻ പോകുന്നൊരു പ്ലാനില്ല, അവർ പോയിട്ട് വരുമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ അവർ രാത്രിക്ക് തന്നെ ഇങ്ങ് പോരുവാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പെരുന്നാളിന് പോകുന്നത്. അപ്പം ഞാൻ കുർബാനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പ്രദക്ഷിണത്തിന് പോകുമ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിൽ കയറി, എല്ലാവരും പ്രദക്ഷിണത്തിന് പോയപ്പോൾ നമ്മൾ പള്ളിയിൽ കയറി. അപ്പോൾ ആ ഒരു സമയത്താകുമ്പോൾ നമുക്ക് പള്ളിയിൽ കയറി അതുവരെ ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും പ്രദക്ഷിണത്തിന് പോയി കഴിയുമ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം പള്ളിയിലൊക്കെ ഇരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മ വീട്ടിലൊക്കെ ഒന്ന് കയറിയിട്ട് വേഗം വീട്ടിലോട്ട് തിരിച്ച് പോരാമെന്നാണ് പ്ലാൻ. അങ്ങനെ കസിൻസും ആൻറ്റിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് രാത്രിക്കാണ് കേട്ടോ പെരുന്നാൾ, അതായത് വൈകുന്നേരമാണ് പെരുന്നാൾ, രാവിലെ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ചൂടും ഇതൊക്കെ കുറവുള്ളത് കൊണ്ട് തന്നെ ഇപ്പം കുറേ പള്ളികളിലൊക്കെ അങ്ങനെയാണ് തോന്നുന്നു, വൈകുന്നേരമാണ് പെരുന്നാൾ വെക്കാറ്. കാരണം ഇപ്പോൾ പകലൊക്കെ ഭയങ്കര ചൂടല്ല, അപ്പം കുറേ പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് കുറേ പള്ളികളിലൊക്കെ ഇപ്പം വൈകുന്നേരമാണ് പെരുന്നാൾ. അപ്പം അങ്ങനെ ഇവിടെ ചെറിയ വെടിക്കെട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി ഇതിനകത്ത്. നമ്മുടെ സ്റ്റെഫി സണ്ണീനെ അറിയത്തില്ലേ, ഇൻസ്റ്റാഗ്രാമിലുള്ള ആ സ്റ്റെഫീനെ നമ്മൾ ഈ പെരുന്നാളിന് കണ്ടു കേട്ടോ. അപ്രതീക്ഷിതമായി, എനിക്ക് മനസ്സിലായില്ലായിരുന്നു. കാരണം പുറകിൽ നിന്നാണ് ഞാൻ കണ്ടത്. സ്റ്റെഫി ഫ്രണ്ടിലിരിക്കുന്നു, ഞാൻ അതിൻ്റെ പുറകിലാണ് ഞാനിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ ഒരു കസിനാണ് പറഞ്ഞത്, അത് സ്റ്റെഫി സണ്ണി കണ്ട് വന്നിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു സെൽഫി എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ തിരക്കും ബഹളമൊക്കെ ആയതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറ്റിയില്ല. അപ്പം അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ പ്രദർശനത്തിനൊന്നും നമ്മൾ പോയില്ല. പിന്നെ സമയമില്ല, കാരണം രാത്രിയാണല്ലോ, പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ വന്നത് തന്നെ. അമ്മേനും ആക്സലിനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതുകൊണ്ട് ഞാൻ ഭയങ്കര മടുത്തൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പെരുന്നാളിന് വന്നത്. അപ്പോൾ അങ്ങനെ കേട്ടോ. അങ്ങനെ വെടിക്കെട്ടും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആക്സൽ അതിനിടയ്ക്ക് അവന് ഓരോ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇതാക്കുന്നു, അങ്ങോട്ട് നടക്കുന്നു. ബലൂൺ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം എല്ലാവരും ഒന്നുമില്ല കേട്ടോ, കുറച്ച് പേരൊക്കെ ഉള്ളൂ. കസിൻസൊന്നും അധികം പേരൊന്നുമില്ല. അവർക്കൊന്നും ലീവൊന്നും ഇല്ലാത്ത കാരണം അവരൊന്നും വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ നേർച്ചയൊക്കെ ഇട്ട്, പിന്നെ ആക്സലിന് നമ്മുടെ ഷാജിയങ്കിളൊരു സംഭവമൊക്കെ മേടിച്ചു കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് ആക്സലിന് മേടിച്ചത്. ഇതാണ്. അവിടെ ചെന്നിട്ട് ആക്സൽ ഇങ്ങനെ നോക്കും, അതിനകത്ത് ഏത് വേണമെന്ന് അവൻ സെലക്ട് ചെയ്യും, അതിങ്ങനെ മേടിച്ചു കൊടുക്കുക കേട്ടോ. സാധാരണ അവൻ വണ്ടിയായിരുന്നു പറയാറ്. ഇപ്പം എന്തോ ഈ ഒരു സംഭവം ആണ് ഇന്നിവൻ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത് കേട്ടോ. വണ്ടിയൊക്കെ ആണെങ്കിൽ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഇവനതൊരു മെക്കാനിക്ക് പണിയൊക്കെ കണ്ട് അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടാണ് അവൻ്റെ കളി തുടങ്ങുന്നത്, അവൻ അതുകൊണ്ട് കളിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ ആക്സിൽ. അപ്പോൾ ആക്സിൽ ഇതൊക്കെ മേടിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ്. പിന്നെ അതുകൊണ്ട് പിന്നെ ഭയങ്കര ഷോയാണ്. പിന്നെ എല്ലാവരും ഉണ്ട്, ഷാജിയങ്ങളുടെ പിള്ളേരും അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ഇവൻ ഭയങ്കര കമ്പനിയാണ്. ഏതെങ്കിലും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആക്സിൽ അവരുടെ കൂടെ കളിച്ച്, അങ്ങനെ തന്നെയാണല്ലോ എല്ലാ പിള്ളേരും. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അവന് ഭയങ്കര കുരുത്തക്കേട്. അടിക്കുക, ഇടിക്കുക, കടിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മളോട് മാത്രമാണുള്ളത്. അവന് വേറെ പിള്ളേരൊന്നും ഇല്ലാത്തപ്പം. വേറെ ഏതെങ്കിലും പിള്ളേരെ അവന് കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുമായിട്ട് ഭയങ്കര കളിയായിരിക്കും. പിന്നെ അവരെ കൊണ്ട് ഒരു ശല്യമില്ല, ഒരു കുരുത്തക്കേടുമില്ല. അങ്ങനെയാണ് ടാക്സിൽ. അങ്ങനെ ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. പ്രദക്ഷിണത്തിന് പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിയുമ്പോഴാണ് നമ്മുടെ വെടിക്കെട്ട്, മെയിനായിട്ടുള്ള വെടിക്കെട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ആണെങ്കിൽ നമുക്ക് സമയമില്ല, ഇപ്പം തന്നെ വീട്ടിൽ പോകണം, ഇപ്പം തന്നെ ലേറ്റായി, നൈറ്റല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് പോകണം. പിന്നെ നാളെ രാവിലെ ഡ്യൂട്ടി ഉണ്ട്, അത് വേറൊരു കാര്യം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവും കേട്ടോ. അങ്ങനെ ഞാൻ വണ്ടി മുകളിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. പ്രദക്ഷിണം പോയി കഴിഞ്ഞാലേ നമ്മുടെ തിരക്കൊക്കെ കഴിയുള്ളൂ, എന്നാലേ നമുക്ക് വണ്ടിയും കൊണ്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ആ ഒരു സമയത്ത് ആക്സലിനൊരു പിയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഈ കടകളിലേക്ക് വന്നതാണ് കേട്ടോ. പക്ഷേ അവിടെ ഒന്നും ഇല്ല. തപ്പിയിട്ടവന് കിട്ടുന്നുമില്ല, അവിടെ ഇല്ല. അപ്പോൾ
അപ്പോൾ അതുകൊണ്ട് നമ്മൾ PP ഒന്നും മേടിക്കാണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ പ്രദക്ഷിണം അങ്ങോട്ട് പോയി അത് കഴിഞ്ഞോടെ ആ തിരക്കൊക്കെ കഴിഞ്ഞു. പിന്നെ അന്നലെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ പ്രദക്ഷിണം പോകുന്ന വഴിക്ക് എല്ലാ വീട്ടിലും ഇങ്ങനെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ രൂപമൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഏകദേശം വന്നിട്ടുണ്ട്. പിന്നെ ഇവർ വന്നിട്ട് പെരുന്നാളിന് മേടിച്ച സംഭവങ്ങളൊക്കെ വെച്ച് ഭയങ്കര കളിയാണ്, ഭയങ്കര ഷോ. ബോളും കൊണ്ട് കളിക്കുന്നു, ഈ ആക്സലിന് മേടിച്ച് കൊടുത്ത ആ സംഭവം വെച്ച് കളിക്കുന്നു. അങ്ങനെ ഭയങ്കര പരിപാടിയാണ് കേട്ടോ. ആക്സലിന് ഏതെങ്കിലും പിള്ളേരെ കണ്ടാൽ പിന്നെ പറയണ്ട, അവൻ ഭയങ്കര അവരുടെ പുറകെ ഇങ്ങനെ നടന്നോളും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഞാൻ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്. ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയും പോകാനോ വിളിക്കാനോ ഒന്നിനും സമയമില്ല. ഡ്യൂട്ടി കഴിയുന്നു, വീട്ടിൽ വരുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. രാവിലെ വീണ്ടും വീട്ടിൽ ഡ്യൂട്ടിക്ക് പോകുന്നു. ഇത് തന്നെ സംഭവം. വേറെ ഒരു സംഭവത്തിന് നമുക്ക് സമയമില്ല, എവിടെയും പോകാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണുള്ളത് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഇവിടെ കസിൻസൊക്കെ എല്ലാവരും കൂടുമ്പം നല്ല രസമായിരുന്നു. നിലത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് പായ വിരിച്ച് കിടക്കുന്നതും. പിന്നെ രാത്രിക്കൊന്നും ഉറക്കമില്ല, ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കോമഡി പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഒരു പാത്രത്തിലുണ്ട് ഒരു പായിൽ ഉറങ്ങി. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ അമ്മ വീടിൻ്റെ ഓർമ്മകൾ. ചെറുപ്പത്തിലൊക്കെ ഞാനിവിടെ കുറേ വട്ടം വന്ന് നിൽക്കുക, നമ്മുടെ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്കതിനൊന്നും സമയമില്ല, എല്ലാവരും പല പല വഴിക്കായി. കസിൻസ് ആണെങ്കിലും അവിടെ ഇവിടെ പഠിക്കാനും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ പോയിട്ട് ആക്സൽ എല്ലാവരോടും ഉമ്മയൊക്കെ കൊടുത്ത് ഇറങ്ങും കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ആക്സൽ മടുത്തു. ഒന്നാമത് ഇന്നത്തെ ദിവസം മൊത്തം കളിയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഉറങ്ങിയോളും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആക്സൽ ഉറക്കം തൂങ്ങിയാണ് ഇരിക്കുന്നത്. അമ്മയും മടുത്തു. ഇവർ രണ്ടുപേരും രാവിലെ പോയതാണ്, ഞാനാണ് വൈകുന്നേരം പോയത് കേട്ടോ. അങ്ങനെ രണ്ടുപേരും മടുത്തു, ഇനിയൊന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഭക്ഷണമൊക്കെ ഓൾറെഡി അവിടെ നിന്ന് അമ്മ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 10:30 കേട്ടോ. അങ്ങനെ ഇത്രയാണ് ഇന്നത്തെ സംഭവങ്ങൾ. പെരുന്നാൾ ഞാൻ പ്രതീക്ഷിക്കാതെ കൂടിയ പെരുന്നാളാണ്. കൂടാനൊന്നും പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പം അതാണ് നമ്മുടെ കാര്യമൊക്കെ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയും പ്രതീക്ഷിക്കുന്ന പോലെയും ഒന്നല്ലോ നമ്മുടെ ലൈഫിൽ സംഭവിക്കാറ്. അപ്പം ആക്സിൽ വീണ്ടും നമ്മുടെ സംഭവം എടുത്ത് വീണ്ടും ഒന്നും കൂടെ ഞാൻ ഇറങ്ങിയാലോ അങ്കത്തട്ടിലേക്ക് എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ പറ്റുന്നില്ല, മടുത്ത ക്ഷീണിതനായി അവശനായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ രാത്രിക്ക് ഭയങ്കര തണുപ്പുമാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.